വൺസ് എന്താ ഇതിൻ്റെ മീനിങ്? എങ്ങനെ ഇത് ഉപയോഗിക്കും? വൺസ്, വൺ ടൈം, ഒരു പ്രാവശ്യം. ഷീ ഹാസ് ബീൻ ടു ന്യൂയോർക്ക് വൺസ്. അവൾ ഒരു പ്രാവശ്യം ന്യൂയോർക്കിൽ പോയിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ ടു ന്യൂയോർക്ക് വൺസ്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ വിൽ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ വൺസ്. ഞാൻ ഒരു പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. ഐ വിൽ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ വൺസ്. വൺസ് എന്നതിന് ഒരു പ്രാവശ്യം എന്ന മീനിങ് ആണ് ഈ സെൻറ്റൻസിലൊക്കെ ഉള്ളത്. പക്ഷേ വേറെയും മീനിങ്സ് ഉണ്ട്. വൺസ് എന്ന വേർഡിന് ആഫ്റ്റർ എന്ന മീനിങ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം, വെരി സൂൺ ആഫ്റ്റർ, ഉടൻ തന്നെ. ഹി ക്യാൻ ഗെറ്റ് എ ബെറ്റർ ജോബ് വൺസ് ഹിസ് ഇംഗ്ലീഷ് ഇംപ്രൂവ്സ്. അവൻ്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്താൽ ഉടൻ തന്നെ അവന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി കിട്ടും. ഹി ക്യാൻ ഗെറ്റ് എ ബെറ്റർ ജോബ് വൺസ് ഹിസ് ഇംഗ്ലീഷ് ഇംപ്രൂവ്സ്. വൺസ് ഹിസ് ഇംഗ്ലീഷ് ഇംപ്രൂവ്സ് ഹി ക്യാൻ ഗെറ്റ് എ ബെറ്റർ ജോബ്. അങ്ങനെയും പറയാം. പക്ഷേ വൺസ് ഹിസ് ഇംഗ്ലീഷ് ഇംപ്രൂവ്സ് എന്നാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫസ്റ്റ് ക്ലോസ് കഴിഞ്ഞിട്ട് ഒരു കോമ ആവശ്യമുണ്ട്. വൺസ് ഹിസ് ഇംഗ്ലീഷ് ഇംപ്രൂവ്സ് ഹി ക്യാൻ ഗെറ്റ് എ ബെറ്റർ ജോബ്. ഒരു സെൻറ്റൻസ് കൂടി. വൺസ് ഷീ റിയലൈസ്ഡ് ഹെർ മിസ്റ്റേക്ക് ഷീ കറക്റ്റഡ് ഇറ്റ്. വൺസ് ഷീ റിയലൈസ്ഡ് ഹെർ മിസ്റ്റേക്ക് ഷീ കറക്റ്റഡ് ഇറ്റ്. അവളുടെ മിസ്റ്റേക്ക് മനസ്സിലായ ഉടനെ തന്നെ അവൾ അത് കറക്റ്റ് ചെയ്തു. അവിടെയൊക്കെ വൺസ് എന്നതിന് ഉടൻ തന്നെ, സൂൺ ആഫ്റ്റർ എന്ന മീനിങ് ആണ്. ഇനി വൺസിന് വേറെയും ഒരു മീനിങ് ഉണ്ട്. എ ടൈം ഇൻ ദ പാസ്റ്റ്. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞാൽ എ ലോങ് ടൈം എഗോ. ഇൻ ദ പാസ്റ്റ്, ഒരുപാട് കൊല്ലങ്ങൾക്ക് മുൻപ്. വൺസ് അപ്പോൺ എ ടൈം ദർ ലീവ്ഡ് എ വുഡ് കട്ടർ ഇൻ എ സ്മോൾ കോട്ടേജ്. ഒരു സ്മോൾ കോട്ടേജിൽ ഒരു വുഡ് കട്ടർ ഒരുപാട് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നു. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം എന്നതിന് എ ലോങ് ടൈം എഗോ എന്ന മീനിങ് ആണ്. ദേ വൺസ് owned several acres of land in the village, but now they sold the land to pay some expenses. They once owned several acres of land in the village. വില്ലേജിൽ കുറേ കാലം മുമ്പ് അവർക്ക് കുറേ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു എന്നാണ്. കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നു. ദേ വൺസ് ഓൺ ചെയ്തിരുന്നു മീൻസ് സ്വന്തമാക്കിയിരുന്നു. ബട്ട് നൗ ദേ സോൾഡ് ദ ലാൻഡ് ടു പേ സം എക്സ്പെൻസസ്. പക്ഷേ ഇപ്പോൾ അവർ ആ ലാൻഡൊക്കെ സെൽ ചെയ്തു. ദേ സോൾഡ് ദ ലാൻഡ് ടു പേ സം എക്സ്പെൻസസ്. കുറേ ചിലവുകൾ, കുറേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ ആ ലാൻഡൊക്കെ വിറ്റു. ഇവിടെയൊക്കെ എ ലോങ് ടൈം എഗോ എന്ന മീനിങ് ആണ്, ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇനി വേറൊരു എക്സ്പ്രഷൻ നോക്കൂ. ഓൾ അറ്റ് വൺസ്. ഈ ഒരു എക്സ്പ്രഷൻ്റെ മീനിങ് സഡൻലി, പെട്ടെന്ന്. ഇറ്റ് ഹാപ്പൻഡ് സഡൻലി എന്ന് പറയില്ലേ, അതിന് പകരം ഇറ്റ് ഹാപ്പൻഡ് ഓൾ അറ്റ് വൺസ്. ഓൾ അറ്റ് വൺസ് ഇറ്റ് ബിഗാൻ ടു റെയിൻ ഹെവിലി. പെട്ടെന്ന് തന്നെ മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. ഓൾ അറ്റ് വൺസ് ഇറ്റ് ബിഗാൻ ടു റെയിൻ ഹെവിലി. ഇനി അറ്റ് വൺസ് എന്നതിൻ്റെ മീനിങ് നൗ എന്നാണ്. പ്ലീസ് കം ഹിയർ അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരൂ. പ്ലീസ് കം ഹിയർ നൗ എന്ന മീനിങ് ആണ്. പ്ലീസ് കം ഹിയർ അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ. വളരെ ഫേമസ് ആയ ഒരു പ്രോവർബ് കേട്ടിട്ടില്ലേ? ഫൂൾ മീ വൺസ്, ഷെയിം ഓൺ യു. ഫൂൾ മീ ട്വൈസ്, ഷെയിം ഓൺ മീ. എന്താണ് ഈ പ്രോവർബിൻ്റെ മീനിങ്? ഫൂൾ മീ വൺസ്, ഷെയിം ഓൺ യു. ഒരു പ്രാവശ്യം എന്നെ വിഡ്ഢിയാക്കിയാൽ നിങ്ങളാണ് ലജ്ജിക്കേണ്ടത്. പക്ഷേ ഫൂൾ മീ ട്വൈസ്, ഷെയിം ഓൺ മീ. 2 പ്രാവശ്യം നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കിയാൽ ഞാൻ തന്നെയാണ് ലജ്ജിക്കേണ്ടത്. അത് എൻ്റെ ഫോൾട്ട് തന്നെയാണ്. എന്താണ് ഈ പ്രോവർബിൻ്റെ മീനിങ്? ഒരു പ്രാവശ്യം നമ്മളെ ഒരാൾ ഫൂളാക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണ്ടേ അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ സെക്കൻഡ് ടൈം ആ ആൾ തന്നെ നമ്മളെ വിഡ്ഢിയാക്കിയാൽ അതിനർത്ഥം നമ്മൾ വിഡ്ഢിയാണ് എന്ന് തന്നെയാണ്.